എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓണമൊക്കെ ആയതുകൊണ്ട് തിരക്കിലായിരിക്കും. അപ്പോൾ ഇന്ന് ബാഗ് സ്റ്റിച്ചിങ് ഒന്നും കാണാൻ ആർക്കും സമയമൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാനും ഓണത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ മുമ്പേ എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് ഇന്ന് ഇടുകയാണ്. കൂട്ടുകാർക്കൊക്കെ സമയമുള്ളപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതൊരു ടോട്ട് ബാഗാണ്, എളുപ്പം വഴി ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ നീളം 28 ഇഞ്ച്, വീതി വരുന്നത് 16 ഇഞ്ചുമാണ്. അപ്പോൾ തുണിയുടെ ഉൾവശത്തായിട്ട് ഞാൻ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തുണി ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് മേളിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു 2 ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴെ നിർത്തി ഇതുപോലെ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് വരയ്ക്കുക. ഇതുപോലെ നേരെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മേളിൽ നിന്നായിട്ട് വീണ്ടും നമുക്ക് ഒരു 4 ഇഞ്ച് ഇതുപോലെ മേളിൽ നിന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡിൽ നിന്ന് വീണ്ടും അതുപോലെ തന്നെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്ന് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇനി നമുക്ക് മേളിൽ നിന്നായിട്ട് ഇതുപോലൊന്ന് ചരിച്ച് ഇതുപോലൊന്ന് താഴോട്ടായിട്ട് വരച്ച് കൊടുക്കുക. സൈഡിൽ നിന്നായിട്ട് താഴോട്ട് വരച്ച് എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നടുക്ക് ഭാഗമൊന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് വീണ്ടും സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ച് കൊടുക്കുക. ഈ രീതിക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ മാർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 5 ദിവസമെങ്കിലും ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ അത്രയും ദിവസം ഇടാതിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചപ്പോൾ മുമ്പേ എടുത്ത് വെച്ച ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത്. ഓണം സ്പെഷ്യലായിട്ട് വേറൊന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമില്ല. ഞാൻ വീട്ടിൽ തന്നെ ഒരു ചെറിയ ബ്യൂട്ടി പാർലറും കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണമാകുമ്പോൾ എല്ലാവരും സാരി ഉടുപ്പും പിന്നെ കുറച്ച് ഫേഷ്യലും അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ എടുക്കാത്തതുകൊണ്ട് എടുത്ത് വെച്ചിരുന്ന വീഡിയോ അങ്ങ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ മേളിൽ കട്ട് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ 2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ട് സ്ക്വയറായിട്ടൊന്ന് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് അവിടെ നമുക്ക് രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ടോട്ട് ബാഗാണ്. അധികം കട്ടിങ് ഒന്നും ഇല്ല കേട്ടോ. കട്ടിങ് ഇത്രയും മാത്രമേ ഉള്ളൂ. മേൽഭാഗവും താഴ്വശവും ഇത്രയൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ നിവർത്തുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് രണ്ടാക്കി ഒന്ന് മടക്കണം. മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നൊന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ മേൽഭാഗം ഒന്ന് കുറച്ച് വിട്ടിട്ട് വേണം താഴോട്ട് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വീഡിയോയിൽ മേളിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓർമ്മയില്ലാതെ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം നമുക്കിത് ഈ ഒരു ഭാഗം കൂടെ ക്ലോസ് ചെയ്യണം. ഇത് കണ്ടാൽ ഞാൻ മേളിൽ നിന്ന് ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് അവിടെ നമുക്ക് 1 ഇഞ്ചൊന്ന് വിട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നായിട്ട് താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാനേ. അപ്പോൾ അത് ഓർമ്മയില്ലാതെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മേളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം താഴോട്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം താഴ്വശം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൂടെ രണ്ട് സൈഡൊന്ന് ക്ലോസ് ചെയ്യണേ. അപ്പോൾ ഞാനിങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ മേളിൽ നിന്ന് രണ്ട് ഭാഗം കുറച്ചൊന്ന് സ്റ്റിച്ചിങ് അഴിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടി ഇതുപോലെ ഞാൻ വേറെ 2 കളർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ രണ്ടാക്കി മടക്കുക കേട്ടോ. മടക്കിയതിന് ശേഷം നമുക്കിത് ഉൾഭാഗത്തുനിന്ന് ഇതുപോലെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അത്രയും ഭാഗം മാത്രം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ തുണി ഇങ്ങനെ നമ്മൾ നല്ല ഭാഗത്തേക്ക് തിരിച്ച് കൊണ്ടുവന്ന് ചെറിയൊരു ബോർഡർ പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ബ്ലാക്ക് കളർ തുണി ക്രോസ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലെവൽ പീസ് തുണിയല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തുണിയെ. അപ്പോൾ അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം കണ്ട ആ ഒരു തുണി ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു വീതിക്ക് നല്ല വശത്തുനിന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു ബോർഡറാണ്. പൈപ്പിംഗ് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ.
അപ്പോൾ ഇതാ നടുക്ക് ഭാഗത്ത് ഇതുപോലെ 2 സൈഡിലുമായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചതെന്ന് 2 ഭാഗം അടിച്ച് മാറ്റുന്നത് കേട്ടോ. 1 ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്യലെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ആദ്യം അറിയാതെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയത്. അപ്പോൾ ആ 2 സൈഡ് ഞാൻ കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ലെവൽ പീസ് ആയിട്ടുള്ള 2 പീസ് തുണി എടുക്കുക. അതെടുത്തിരിക്കുന്നത് 23 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിലുള്ള പീസ് തുണിയാണ്. ആ ഒരു തുണി ഇങ്ങനെ നമ്മൾ രണ്ടാക്കി മടക്കും. രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഉൾഭാഗത്തുനിന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അത് രണ്ടാക്കി മടക്കി ഇതാ കുറേ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ രണ്ടാക്കി മടക്കി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തുണി ഇതുപോലെ ഉള്ളിലേക്ക് ഈ ഒരു വീതിക്കായിട്ട് മടക്കി കൊടുത്തിട്ട് നല്ല ഭാഗത്തുനിന്ന് ഈ സൈഡിൽ കൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഈ ഒരു ഭാഗം ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്ത് ചെയ്യുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് അടുത്ത പീസ് തുണി എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു സൈഡ് നമ്മൾ കുറച്ച് ഭാഗം സ്റ്റിച്ചിങ് അഴിച്ചില്ലായിരുന്നു, അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം മേളിൽ നിന്ന് അവിടെ മാത്രം അങ്ങ് താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, 2 സൈഡും. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ടോട്ട് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ല വശമാക്കി എടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടോട്ട് ബാഗാണ്. അപ്പോൾ ടോട്ട് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സൂപ്പർ ഒരു ബാഗാണ്. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടോട്ട് ബാഗ് തന്നെയാണ്. അപ്പോൾ ഈ തുണിയുടെ ഒരു കളറിന് വ്യത്യാസം വന്ന് നിങ്ങൾ വിചാരിച്ചേക്കല്ലേ ഞാൻ വേറൊരു തുണി കാണിക്കുന്നതാണ് കേട്ടോ. അവസാനം ഫൈനലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫിൽറ്റർ ഇട്ടിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയിലുള്ള കളർ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലോത്ത് ഉപയോഗിക്കുക, നല്ല ഡിസൈനുള്ള നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബാഗാണ്. സിമ്പിളായിട്ടുള്ളൊരു ബാഗുമാണ്. പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം.